നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനം ഗൾഫ് രാഷ്ട്രങ്ങളെ പിടിച്ചുകുലുക്കിയിട്ട് 10 മാസം പിന്നിട്ടിരിക്കുന്നു. ഇളവുകൾ നൽകിയ ഗൾഫ് രാഷ്ട്രങ്ങൾ ഇതാ വീണ്ടും കടുത്ത നിയന്ത്രണം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തുമെത്തി. ഇതിലെല്ലാം തന്നെ മാനസികമായി തളർന്നിരിക്കുകയാണ് പ്രവാസികൾ. ഹൃദയത്തെ അത്രമേൽ വേദനിപ്പിക്കുന്ന കാഴ്ചകൾക്ക് പ്രവാസ ലോകം വേദിയായി മാറി. ഇപ്പോഴിതാ സമാനമായ ഒരു സംഭവമാണ് സൗദിയിൽ നടന്നിരിക്കുന്നത്. 5 ദിനാർ എടുക്കാനുണ്ടാകുമോ? കഴിഞ്ഞ ദിവസം ചിലർക്ക് വാട്സാപ്പിൽ ലഭിച്ച ഒരു സന്ദേശമായിരുന്നു ഇത്. അയച്ചത് ഒരു മലയാളിയാണ്. സന്ദേശം കിട്ടിയവർ ഇത് വ്യാജമാണോ എന്ന് ആദ്യം ഒന്ന് സംശയിച്ചു. ഒടുവിൽ പ്രമുഖ സാമൂഹിക പ്രവർത്തകന്റെ അടുത്തും ഈ വിഷയം എത്തിക്കുകയും ചെയ്തു. അദ്ദേഹം ഈ സന്ദേശം അയച്ച ആളെ ബന്ധപ്പെടുകയായിരുന്നു. താമസ സ്ഥലത്ത് പോയി കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് യാഥാർത്ഥ്യം മനസ്സിലായത്. ഒരു ക്ലീനിംഗ് കമ്പനിയിലായിരുന്നു ആ പ്രവാസിക്ക് ജോലി. കോവിഡ് കാരണം ജോലി ഇല്ലാതായപ്പോൾ വരുമാനം നിലച്ചു. മറ്റു വഴിയൊന്നും കാണാതിരുന്നപ്പോൾ സഹായിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് സന്ദേശം അയച്ചതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിഷമാവസ്ഥ ബോധ്യപ്പെട്ട സാമൂഹിക പ്രവർത്തകർ അദ്ദേഹത്തിന് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ നൽകിക്കൊണ്ടാണ് മടങ്ങിയത്. കോവിഡ് സൃഷ്ടിച്ച ആഘാതത്തിന്റെ ബാക്കി പത്രമാണിത്. ഇത് മാത്രമല്ല, ഇതുപോലെ നിരവധി പേർ പ്രവാസി സമൂഹത്തിൽ ഇപ്പോഴും കഴിയുന്നുണ്ട് എന്നാണ് ഇത്തരത്തിൽ പുറത്തുവരുന്ന അനുഭവങ്ങൾ തെളിയിക്കുന്നത്. വിഷമങ്ങൾ ആരോടും പറയാൻ കഴിയാതെ ജീവിക്കുന്നവർ ഇവിടെയുണ്ട്. ഇങ്ങനെയുള്ളവരെ കണ്ടെത്തി സഹായം എത്തിക്കേണ്ട വലിയ ബാധ്യതയാണ് സാമൂഹിക പ്രവർത്തകർക്ക് മുന്നിലുള്ളത്. അർഹതയുള്ളവരെ കണ്ടെത്തി ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കാൻ പ്രവാസി കൂട്ടായ്മകൾക്ക് സാധിക്കണം. ജോലിയും വരുമാനവുമില്ലാതെ മാനസിക സംഘർഷത്തിൽ കഴിയുന്നവർക്ക് ഒരു കൈത്താങ്ങായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ. നാട്ടിലുള്ള കുടുംബത്തെ എങ്ങനെ പോറ്റുമെന്നോർത്ത് ആശങ്കയിൽ കഴിയുന്ന നിരവധി പേരാണ് ഇവിടെയുള്ളത്. കടുത്ത മാനസിക സംഘർഷമാണ് പലപ്പോഴും ഇവരെ ഹൃദയാഘാതത്തിലേക്കും മറ്റും നയിക്കുന്നത്. കോവിഡിന്റെ 2ാം വരവിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് അപ്രതീക്ഷിതമായിരുന്നു. ഇത് പലർക്കും കനത്ത തിരിച്ചടിയാക്കുകയായിരുന്നു. പ്രതിദിന കോവിഡ് കേസുകൾ തുടർച്ചയായി ഉയർന്നതോടെ റെസ്റ്റോറൻറ്റുകൾ അകത്ത് ഭക്ഷണം നൽകുന്നത് നിർത്തിയതുൾപ്പെടെ പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നു. ഇതോടെ പലർക്കും തൊഴിൽ നഷ്ടമായി. കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ സജീവമായി രംഗത്തിറങ്ങിയ സാമൂഹിക കൂട്ടായ്മകളാണ് ഒട്ടേറെ പ്രവാസികൾക്ക് താങ്ങായി മാറിയത്. ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായിട്ടില്ലെന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിൽ കടുത്ത പ്രതിസന്ധി അനുഭവിക്കുന്നവർ ബന്ധപ്പെട്ടാൽ ആവശ്യമായ സഹായങ്ങൾ നൽകാൻ ശ്രമിക്കുമെന്ന് പ്രവാസി കമ്മീഷൻ അംഗം സുബൈർ കണ്ണൂർ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.